ഹരേ കൃഷ്ണ. ഹനുമാന്റെ മകനായ മകരധ്വജൻ്റെ ഉത്ഭവത്തെപ്പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. നിത്യബ്രഹ്മചാരിയായ ഹനുമാൻ ഒരു മകനോ? അതിൻ്റെ കഥാഭാഗം നമുക്കൊന്ന് നോക്കാം. ഈ അഹിമഹി രാവണൻ്റെ കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ കാവലായി ഒരു ഹനുമാൻ കൂട്ടി നിൽക്കുന്നത് നമ്മുടെ ഹനുമാൻ കണ്ടു. എൻ്റെ പിതാവായ ഹനുമാൻ ലങ്കാപുരിയിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങേക്ക് അദ്ദേഹത്തെ അറിയാമോ? ഈ കുട്ടി ഹനുമാൻ നമ്മുടെ ഹനുമാനോട് ചോദിക്കുന്നതാണ് ഈ പറയുന്നത്. എന്ത്, നിത്യബ്രഹ്മചാരിയായ ഞാൻ ഇവൻ്റെ അച്ഛനാണെന്നോ? പറയൂ, എൻ്റെ അച്ഛനായ ഹനുമാനെ അങ്ങ് കണ്ടിട്ടുണ്ടോ? കുഞ്ഞേ, നീ എന്താണ് ഈ പറയുന്നത്? ഹനുമാന് പത്നിയോ കുട്ടികളോ ഇല്ല. അതൊക്കെ ശരി തന്നെ, പക്ഷേ എന്താണ് പക്ഷേ? തുറന്നു പറയൂ, ഹനുമാൻ ആകാംക്ഷയോട് ആരാഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ കുട്ടി ഹനുമാൻ പറഞ്ഞു, ഒരിക്കൽ സീതാദേവിയെ അന്വേഷിച്ച് ഹനുമാൻ ആകാശത്തിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു വിയർപ്പ് തുള്ളി സമുദ്രത്തിൽ വീണു. അത് ആഹാരമാണെന്ന് കരുതി ഒരു മത്സ്യം ആ വിയർപ്പ് തുള്ളി വിഴുങ്ങി. അങ്ങനെ മീനിൻ്റെ ഉദരത്തിലെത്തിയ വിയർപ്പ് തുള്ളിയിൽ നിന്നുമാണ് ഞാനുണ്ടായത്. എൻ്റെ പേര് മകരധ്വജനെന്നാണ്. ഇത് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഹനുമാൻ അത്ഭുതമായിരിക്കുന്നു. മകനെ, നീ പറഞ്ഞ ഹനുമാൻ ഞാനാണ്. എൻ്റെ അച്ഛനാണോ? അച്ഛാ. മകരധ്വജ, നിനക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അച്ഛാ, എനിക്ക് സന്തോഷമായി. മകനെ, ഇനി നീ പറയൂ, രാമലക്ഷ്മണന്മാർ എവിടെയാണ്? ഞാൻ പറയാം അച്ഛാ. യജമാനൻ അവരെ തടവറയിൽ അടച്ചിരിക്കുകയാണ്. നേരം പുലരുമ്പോൾ അവരെ കാളീദേവിക്ക് ബലി കൊടുക്കും. അതിനു മുൻപ് എനിക്ക് അവരെ രക്ഷിക്കണം. പിതാവേ, തടവറയിൽ ചെന്നാൽ അവരെ കാണാൻ പറ്റും. പക്ഷേ അവിടെ ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ മകനെ. വൈകാതെ മകരധ്വജൻ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ ഹനുമാൻ യാത്രയായി. അഹിമഹി രാവണന്മാരുടെ പാതാള കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. ഈ കാവൽക്കാർ നിൽക്കുന്നുണ്ടല്ലോ, ഇവരുടെ കണ്ണിൽപ്പെടാതെ അകത്ത് കടക്കണം. പെട്ടെന്ന് ഹനുമാൻ ചെറിയൊരു വണ്ടായി രൂപം മാറി. ഇനി താക്കോൽ പഴുതിലൂടെ അകത്ത് കടക്കാം. അങ്ങനെ അകത്ത് കടന്ന ഹനുമാൻ ശ്രീരാമലക്ഷ്മണന്മാരെ കണ്ട് സന്തുഷ്ടനായി. സ്വാമി, ഇത് ഞാനാണ് ഹനുമാൻ. ഹനുമാൻ, നീ എങ്ങനെ ഇവിടെ എത്തി? സ്വാമി, അതൊക്കെ പിന്നെ പറയാം. ഹരേ കൃഷ്ണ.